ഇതിന് ഹസ്ബൻഡ് വിസയിലുള്ളവർക്കാണോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിലുള്ളവർക്കാണോ ജോലി സാധ്യത കൂടുതൽ? തീർച്ചയായിട്ടും ഹസ്ബൻഡ് വിസയിലുള്ള ആൾക്കാർക്കില്ലേ. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇവിടെ ഈ ഹസ്ബൻഡ് വിസ, വിസിറ്റ് വിസ, ഇതില് ജോലി സാധ്യത കൂടുതലാക്കാം. ഹസ്ബൻഡ് വിസ അല്ലെങ്കിൽ സ്പൗസ് വിസയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡിന്റെ വൈഫിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വിസ എടുക്കേണ്ടത് ഏതാണ്ട് 2,500 ദിവസം മാക്സിമം വരുന്നുള്ളൂ. ഇനി കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു വിസ എടുക്കണമെങ്കിൽ 7,000 ദിവസം വരെ വരും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഹസ്ബൻഡ് വിസയിലുള്ള ഒരാൾ കിട്ടാൻ ലേബർ കാർഡ് അടിച്ചാൽ മതി. ഈ ലേബർ കാർഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ 500-600 ദിവസത്തിനുള്ളിൽ ലേബർ കാർഡിൽ പരിപാടി കഴിയും. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചുള്ള അവർക്ക് ലാഭമാണ്. അപ്പൊ ഈ ഹസ്ബൻഡ് വിസ അല്ലെങ്കിൽ സ്പൗസ് വിസയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വിസിറ്റ് വിസക്കാരെക്കാളും കൂടുതലാണ്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ അടിക്കുമ്പോൾ വലിയൊരു ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വിസയിലോ അല്ലെങ്കിൽ സ്പൗസ് വിസയിലോ ഉള്ളവർക്ക് ജോലി അന്വേഷണത്തിന് കുറച്ചും കൂടി ഈസി ആവും. That's all for today. See you in the next video.